പ്രഗ്നന്റ് ആയതിനു ശേഷം എനിക്ക് ബിരിയാണി, നെയ്ച്ചോറ്, മന്തി, ബ്രോസ്റ്റ് ഇതിനോടൊന്നും അങ്ങനെ വലിയ പൂതിയൊന്നും ഉണ്ടായിരുന്നില്ല. കിട്ടിയാൽ തിന്നു അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് പൂതി ഉണ്ടായിരുന്നത് വായ്പിണ്ടി തോരൻ, പിന്നെ അതുപോലെ തന്നെ കൂർക്ക കൂട്ടാൻ, വായ്ക്ക കൂട്ടാൻ, ചക്ക കൂട്ടാൻ, അതുപോലെ ചേമ്പും താളും. അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം അമ്മനോട് വാശി പിടിച്ച് അത് ഉണ്ടാക്കിച്ചിട്ട് ഇപ്പൊ സമയം 9:56, 10 മണിയാണ്. 8 മണിക്ക് ഞാൻ ഒരു വട്ടം ചോറുന്നത് വീണ്ടും കഴിച്ചിട്ട് പോയി നോക്കിയപ്പോൾ ചോറില്ല. അപ്പൊ എന്താ ചെയ്യാ, അങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ചെറുപയർ കഞ്ഞി കുടിക്കാൻ പോയി. അപ്പൊ പിടിച്ചുണ്ടാക്കിയാണ് കേട്ടോ ചെറുപയർ കഞ്ഞി. ഛർദിയായിട്ട് കുറച്ച് ദിവസം എനിക്ക് ഒരു വസ്തു തിന്നാൻ പറ്റുന്നില്ല. ഇനി ഇതൊക്കെ ചെറുപയർ കഞ്ഞി ഒന്ന് കുടിച്ചു നോക്കട്ടെ. അപ്പോൾ എനിക്ക് ചുമച്ചുകാണ്ട് ഇങ്ങനെ ഛർദിക്കാൻ അങ്ങനെ മുട്ടുന്നുണ്ട്, ഒരു ഓക്കാനം വരെ എന്ന് പറയില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര ചുമ ഉണ്ട് കേട്ടോ. ഛർദി ആയതുകൊണ്ട് തന്നെ കുറെ കാലത്തൊക്കെ മര്യാദക്ക് ഒരു പോഷകമൊന്നും കഴിച്ചിട്ടില്ല. എന്തിനൊരു ഫ്രൂട്ട്സ് വരെ മര്യാദക്ക് തിന്നാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനി കുറച്ച് പോഷകമൊക്കെ കഴിക്കട്ടെ. ഇമ്മ ഏതായാലും ഉറങ്ങാൻ കിടന്നിക്കണം. അപ്പൊ പിന്നെ ഇമ്മാനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. അപ്പൊ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് വെച്ച്. അപ്പൊ കുറച്ച് തേങ്ങയും കൂടി ചെറുകിട കേട്ടോ. അതിന്റെ പഠിച്ചോനെ വീഡിയോ എടുക്കുന്നതിനിടയിൽ എന്റെ സോയാബി കരി നേരത്തെ ചോറ്റിക്കുണ്ടാക്കിയ ചമ്മന്തി മാത്രം അവിടെ ബാക്കി ഇരിക്കുന്നുണ്ട്. ബാക്കി എല്ലാ കൂട്ടാനും കഴിഞ്ഞു. തൽക്കാലം ഉപ്പിട്ട് വെച്ചിട്ട് ഉള്ളി മുളകൊക്കെ ഇട്ട് പൊരിക്കാൻ എനിക്ക് വയ്യ, മടിയാണ്. അങ്ങനെ നമ്മുടെ ചെറുപയർ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഞാൻ ചാതുവിന് ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ സോയാബി പൊരിച്ചത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോഴൊക്കെ ഞാൻ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കൊരു കഴിക്കാൻ ഒരു മൂഡ് ഉണ്ടാക്കില്ല. എനിക്ക് ഉണ്ടാക്കി വെക്കുന്നല്ലാതെ അതിന്റെ പീസ് പോലും എന്റെ തൊള്ളേക്ക് വെക്കില്ല. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, ഇന്ന് കണ്ടപ്പോൾ സോയാബി പൊരിച്ചതും മുട്ട പൊരിച്ചതൊക്കെ തിന്നിട്ട് കഴിക്കാൻ പോയി. പിന്നെ നേരത്തെ ചോറിന്റെ കുറച്ച് ചമ്മന്തി കൂടി ബാക്കി ഉണ്ടായിരുന്നു, അതെടുത്തു. ഉണക്കൽ പിന്നെ എനിക്ക് പറ്റുന്നില്ല. അതിന്റെ ഉണക്കലും കൂടി പറ്റില്ല എന്ന് ചോദിക്കരുത്. എനിക്ക് ഛർദി ആയതുകൊണ്ട് ഇപ്പോൾ ഉണക്കലിന്റെ ടേസ്റ്റ് പറ്റുന്നില്ല. എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നല്ല ഛർദി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നല്ല ഛർദി ഉണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര തളർച്ച, ക്ഷീണം, അതുപോലെ തന്നെ തലകറക്കം ഒക്കെ ഇപ്രാവശ്യം എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, വളരെ ചെറിയ കാര്യങ്ങൾക്ക് വരെ പെട്ടെന്ന് കറിയാ, പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പൊ എനിക്കുള്ളത്. ഞാൻ അങ്ങനെ തിന്നുമ്പോൾ അമ്മച്ചിന്റെ ഒരു പയങ്കഞ്ഞി എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ച ആളാണ്. അപ്പൊ അത് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ കൊടുത്തപ്പോൾ എന്റെ സ്പൂൺ വാങ്ങിപ്പോൾ ഒറ്റക്ക് തിന്നാണ്. ആൾക്ക് നല്ല ഇഷ്ടമായിക്കണ്. എടുക്കാൻ നേരത്തിന് ഒരു പയം പൊങ്ങിയതും മുട്ട പൊങ്ങിയതും കൂടി തിന്നു. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് വിശക്കണു.